ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ്. സുന്നി മുജാഹിദ് സംഘടനകൾക്കൊപ്പം ക്രൈസ്തവ സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ അസ്വസ്ഥരാണ്. വോട്ട് സ്വീകരിക്കുന്നതിനപ്പുറം ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയും സാമുദായിക സംഘടനകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ VS രഞ്ജിത്ത് നൽകും. ഗുഡ് ഈവനിംഗ് രഞ്ജിത്ത്. ഇതിൽ ലീഗ് സമസ്തയുടെ നിലപാട് കടുപ്പിച്ചതോടെ ലീഗിലും മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മറുവശത്ത് LDF അതൊരു പ്രചാരണായുധമാക്കി തുടങ്ങുകയും ചെയ്തു. കൃത്യമായിട്ടും ഇതിൽ ഒരാശങ്കയിൽ തന്നെയാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെ പരിഹരിക്കാനാകുമെന്നാണ് കരുതുന്നത്. ശ്രുതി, UDFനെ സംബന്ധിച്ച് അതിൽ ഏറ്റവും പ്രബലമായ രണ്ട് കക്ഷികൾ കോൺഗ്രസ്, ലീഗ്, ഇവരെ സംബന്ധിച്ച് അതിൽ വോട്ട് കിട്ടുക എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടുക എന്നതിനപ്പുറത്ത് ആശയപരമായിട്ടുള്ള ആദർശത്തിന്റെ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അത് കോൺഗ്രസിനുമുണ്ട് ലീഗിനുമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് അടിസ്ഥാനപരമായി മതേതരത്വം ജനാധിപത്യവുമാണ് അതിൻ്റെ അടിസ്ഥാന ആശയമായി സ്വീകരിച്ചിട്ടുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മതേതരത്വം ഉണ്ട് എന്ന് മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ലീഗിന്റെ അസ്തിത്വം പോലും. ഈ ആദർശപരമായിട്ടുള്ളൊരു വ്യതിയാനം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുമ്പോൾ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കാരണം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്നും ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതുമാണ് ലീഗിന്റെ എക്കാലത്തെയും നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുത്താൻ ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ളത്. ഇത് ആദർശപരമായ ഒരു വിഷയം. മറ്റൊന്ന് UDFന്റെ ആശങ്ക എന്ന് പറയുന്നത് വോട്ട് തന്നെയാണ്. അത് നേരത്തെ റഹീസ് സൂചിപ്പിച്ച പോലെ LDF പ്രതീക്ഷിക്കുന്ന വോട്ടുകളുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമി ആരോപണം ഉന്നയിക്കുമ്പോൾ, ആ വോട്ടുകൾ ഇവിടെ നഷ്ടപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ നഖശികാന്തം എതിർക്കുന്ന മുസ്ലിം സമുദായ സംഘടനകളുണ്ട്. കഴിഞ്ഞ ദിവസം പ്രമേയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തിൽപ്പെട്ട EK വിഭാഗം വലിയ സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിൽ അവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നു. AP വിഭാഗം സുന്നികൾ അവർ നഖശികാന്തം ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു. മുജാഹിദ് വിഭാഗം അവർ ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു. അപ്പോൾ മുസ്ലിം സമുദായത്തിലെ 99% എതിർക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് UDFനകത്ത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വെള്ളപൂശുമ്പോൾ ഇതര സമുദായ സംഘടനകൾക്കും UDFനോട് ചെറിയ അതൃപ്തി ഉണ്ടാവാം. അത് ക്രൈസ്തവ വിഭാഗത്തിനിടയിലും ഭൂരിപക്ഷ സമുദായത്തിനിടയിലും എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ആശങ്ക UDFനകത്ത് നിലനിൽക്കുന്നു. അപ്പോഴും UDF പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ്. ഈ സാമുദായികമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഭിന്നിപ്പുകൾക്കപ്പുറത്ത്, സുന്നി മുജാഹിദ് വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മുസ്ലിം സമുദായം ഒന്നിക്കുക, ഏകീകരിക്കുക എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ്. ആ അജണ്ടക്കനുസരിച്ച് സാമുദായിക വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ അത് മലബാറിൽ ഗുണം ചെയ്യും എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു ഏകീകരണം ഉണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രൊപ്പഗണ്ട സഹായിച്ചു എന്നുള്ളതാണ് UDFന്റെ വിലയിരുത്തൽ. ജമാഅത്തെ ഇസ്ലാമിക്ക് തുച്ഛമായ വോട്ട് മാത്രമേ ഉള്ളൂ. ആ വോട്ടല്ല UDFും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ ഒരു പ്രൊപ്പഗണ്ട സെറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമ സംവിധാനമുണ്ട്, ഒരു ഇന്റലക്ച്വൽ സ്പേസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം പ്രതിപക്ഷ നേതാവ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അതൊരു വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക മറുപുറത്തുണ്ട്. തീർച്ചയായിട്ടും അങ്ങേയറ്റം നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. UDFനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ തീരൂ എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് ആരുടെയും വോട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞെടുത്ത് തുടങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. എന്തായാലും ഈ ജമാഅത്തെയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക ഇതിനോടകം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.